മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും ഞാൻ ദൈവാനുഗ്രഹം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് വിചിന്തനത്തിന് വിധേയമാകുന്നത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 52 വരെ വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന 2 ഉപമകളാണ് നിധിയുടെയും രത്നത്തിൻ്റെയും ഉപമകൾ. ഈശോ പറയുന്ന ഇതാണ്: സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നുണ്ട്. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടി? വിലപ്പെട്ട ആ നിധി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. വീണ്ടും ഈശോ മറ്റൊരു ഉപമ പറയുകയാണ്. അത് രത്നത്തിൻ്റെ ഉപമയാണ്. സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. നിധിയുടെയും രത്നത്തിൻ്റെയും ഈ ഉപമ നമ്മുടെ ക്രൈസ്തവ ജീവിതവുമായിട്ട് വളരെയേറെ താരതമ്യപ്പെട്ടതാണ്. ഈ നിധിയുടെ ഒരു പശ്ചാത്തലം ഞാനൊന്ന് പങ്കുവയ്ക്കട്ടെ. യുദ്ധവും കലാപവും നിറഞ്ഞ് നിൽക്കുന്ന ദേശങ്ങളിൽ ശത്രു പ്രവേശിക്കുമ്പോൾ അവർക്ക് ശത്രുവിൻ്റെ ആക്രമണം കഴിഞ്ഞ് വരുമ്പോൾ തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ നിധി നിലത്തു കുഴിച്ചു വെച്ച് ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ പിന്നീട് പലർക്കും തിരിച്ചു വരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഈ നിലങ്ങളിൽ ഈ നിധി ഒളിഞ്ഞു കിടക്കുന്നത്. ഒരുവൻ ഈ നിലത്ത് പണിയെടുക്കുമ്പോൾ, വയൽ കുഴിക്കുമ്പോൾ, ഇപ്രകാരം ഒരു നിധി കണ്ടെത്തുമ്പോൾ ആ നിധി മറ്റാരും കാണാതെ സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അപ്പം അങ്ങനെ നിധി കണ്ടെത്തിയപ്പോൾ അത് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ തനിക്കുള്ള മറ്റ് വസ്തുവകകളൊക്കെ വിൽക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വിറ്റ് ഈ വിലപ്പെട്ട നിധി വാങ്ങിക്കുന്നത് അവൻ്റെ വിജ്ഞാനവും അവൻ്റെ വിവേകവുമാണ്. ഇതുപോലെ തന്നെയാണ് രത്നത്തിൻ്റെ കാര്യവും. നമുക്കറിയാം, വ്യത്യസ്തങ്ങളായിട്ടുള്ള രത്നങ്ങൾ ലഭ്യമാണെന്ന്. എന്നാൽ വിലപിടിപ്പുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു രത്നം കണ്ടെത്തുമ്പോൾ അത് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ മറ്റെല്ലാ രത്നങ്ങളും വിൽക്കുന്നു. എന്നിട്ട് ഈ വിലപ്പെട്ട രത്നം അത് സ്വന്തമാക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഇത് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്, എളുപ്പമുള്ള കാര്യമല്ല. ഈ ശ്രമകരമായിട്ടുള്ള കാര്യമാണ് ധനാഢ്യനായിട്ടുള്ള യുവാവ് ഈശോയോട് വന്ന് ചോദിച്ചത്: ദൈവരാജ്യം നേടാനായിട്ട് ഞാൻ എന്തു ചെയ്യണം? ഈശോ അവനോട് പറഞ്ഞു, നീ നിൻ്റെ കൽപ്പനകളൊക്കെ പാലിക്കുക. അവൻ പറഞ്ഞു, ഞാൻ കൽപ്പനകളെല്ലാം പാലിക്കുന്നുണ്ട്. ഏതൊക്കെ കൽപ്പനകളാണെന്ന് ചോദിച്ചു.
ആ കൽപ്പനകളെല്ലാം പാലിക്കുന്നുണ്ട്. അവനോട് ഈശോ പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എൻ്റെ പിന്നാലെ വരിക. ഇത് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ധനികനായിട്ടുള്ള ആ യുവാവിനോട് തനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് തന്നെ പിൻചെല്ലുവാൻ ഈശോ പറഞ്ഞത് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയ നിധി സ്വന്തമാക്കുവാനായിട്ടാണ്. സ്വർഗരാജ്യമാകുന്ന ഏറ്റവും വലിയ നിധി സ്വന്തമാക്കുവാൻ നീ ഭൂമിയിൽ നിൻ്റേതായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള മറ്റെല്ലാ നിധികളും വിൽക്കണം. അങ്ങനെ വിറ്റിട്ട് മാത്രമേ നിനക്ക് സ്വർഗരാജ്യമാകുന്ന നിധി കൈക്കലാക്കാനായിട്ട് കഴിയുള്ളൂ. നിധി സ്വന്തമാക്കുവാനായിട്ട് നമുക്കറിയാം, പൗരോഹിത്യം എന്ന വയലുണ്ട്, സമർപ്പിത ജീവിതം എന്ന വയലുണ്ട്, കുടുംബജീവിതം എന്ന വയലുണ്ട്, ഏകസ്ഥരെന്ന വയലുകളുണ്ട്. ഈ നിധി സ്വന്തമാക്കുവാൻ ഞാൻ തിരഞ്ഞെടുക്കുന്ന വയൽ ഏതാണെന്ന് നിൻ്റെ വിവേകവും വിജ്ഞാനവും അനുസരിച്ച് നീ പരിശ്രമിക്കണം. അങ്ങനെ നിധി സ്വന്തമാക്കുമ്പോൾ നിനക്ക് നല്ല സന്തോഷം കണ്ടെത്താനായിട്ട് കഴിയും. കാരണം വിലപിടിപ്പുള്ള നിധിയാണ്, മറ്റെല്ലാത്തിനേക്കാളും വിലപിടിപ്പുള്ള നിധി, മറ്റെല്ലാത്തിനേക്കാളും വിലപിടിപ്പുള്ള രത്നമാണ് നീ സ്വന്തമാക്കുന്നത്. അത് നിനക്ക് സന്തോഷം നൽകും. പക്ഷെ ആ സന്തോഷം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നിൻ്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾ, നിൻ്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ, നിൻ്റേതായിട്ടുള്ള നിനക്കിഷ്ടമെന്ന് കരുതുന്ന ആസക്തികൾ, അത് നീ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായാലേ സാധിക്കുള്ളൂ. അങ്ങനെ ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ നീ ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തണം, നീ സഭയോട് വിശ്വസ്തത പുലർത്തണം, നീ സമൂഹത്തോട് വിശ്വസ്തത പുലർത്തണം, നീ നിന്നോട് തന്നെ വിശ്വസ്തത പുലർത്തുവാനായിട്ട് നിനക്ക് കഴിയണം. അങ്ങനെ നീ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുമ്പോൾ, ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തുമ്പോൾ, നീ സഭയോട് വിശ്വസ്തത പുലർത്തുമ്പോൾ, നീ സമൂഹത്തോട് വിശ്വസ്തത പുലർത്തുമ്പോൾ, നീ നിന്നോട് തന്നെ വിശ്വസ്തത പുലർത്തുമ്പോൾ നീ സന്തോഷവും സമാധാനവും നിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് കഴിയും. ഈ രത്നത്തിൻ്റെയും നിധിയുടെയും ഈ രണ്ട് ഉപമകളിലും പൊതുവായിട്ട് കാണുന്ന ചില ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേത്, നിധിയോ മുത്തോ അവൻ കണ്ടെത്തുന്നു, അവൻ അന്വേഷിക്കുന്നു, ആ അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് അവനത് കണ്ടെത്തുന്നു. രണ്ടാമത്തേത്, മറ്റെല്ലാം നഷ്ടപ്പെടുത്തുവാനും ഉപേക്ഷിക്കാനും തീരുമാനിക്കുന്നു. ഉറച്ച തീരുമാനമാണ്. അതുകൊണ്ടാണ് കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് അർഹനല്ല എന്ന് ഈശോ ഓർമ്മിപ്പിച്ചത്. ഉറച്ച തീരുമാനമെടുത്തുകൊണ്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത്, ആ നിധി കൈവശമാക്കാൻ, ആ രത്നം കൈവശമാക്കാൻ. മൂന്നാമത്തേത്, അത് സ്വന്തമാക്കി, ആ സ്വന്തമാക്കിയിട്ട് അതിനനുസൃതമായിട്ടുള്ളൊരു ജീവിത ശൈലി, അതാണ് ദൈവികമായിട്ടുള്ള രാജ്യം, ദൈവികമായിട്ടുള്ള ജീവിതം. ആ ജീവിതം നയിക്കുവാനായിട്ട് പരിശ്രമിക്കും. അത് സന്തോഷം നൽകുന്നതാണ്, അത് സമാധാനം നൽകുന്നതാണ്. അങ്ങനെ സമാധാനവും സന്തോഷവും നൽകാൻ വിശ്വസ്തത, കാര്യക്ഷമത, നിസ്വാർത്ഥത, ആത്മാർത്ഥത അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. ഹിപ്പോയിലെ മെത്രാനും അതുപോലെ വിശുദ്ധനുമായിട്ടുള്ള അഗസ്തീനോസിനെ പോലെ
ക്രൈസ്തവ വിശ്വാസത്തെ ഇത്ര അധികമായിട്ട് ആഴത്തിൽ വ്യാഖ്യാനിച്ചവർ അധികമില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അന്നു ഞാൻ ഉപേക്ഷിക്കാൻ ഭയപ്പെട്ടത് ഉപേക്ഷിച്ചപ്പോൾ ആനന്ദമുണ്ടായി. കാരണം അങ്ങ് അവയെ എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവയ്ക്ക് പകരമായി അങ്ങ് എന്നിൽ വന്നു. മറ്റെല്ലാ സന്തോഷത്തേക്കാൾ ഉപരിയായി എൻ്റെ ആനന്ദം ഉയർന്നു. വളരെ മനോഹരമായിട്ടാണ് വിശുദ്ധ അഗസ്തീനോസ് തൻ്റെ മാനസാന്തരത്തിൻ്റെ കഥ എഴുതുന്നത്. ക്രൈസ്തവ വിശ്വാസത്തെ വളരെ ആഴമായിട്ട് വ്യാഖ്യാനിച്ച സഭയുടെ പണ്ഡിതനാണ് വിശുദ്ധ അഗസ്തീനോസ്. അദ്ദേഹം പറയുന്നത് വളരെ അർത്ഥവത്താണ്. അന്ന് ഞാൻ ഉപേക്ഷിക്കാനായിട്ട് ഭയപ്പെട്ടത്, എൻ്റെ ആസക്തികൾക്ക് അടിമപ്പെട്ട് ഞാൻ ജീവിച്ചത്, അതൊക്കെ ഞാൻ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനമെടുത്തപ്പോൾ എനിക്ക് ആനന്ദമുണ്ടായി. കാരണം അങ്ങ് ദൈവം അവ എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞു, പൂർണ്ണമായിട്ട് നീക്കിക്കളഞ്ഞു. അപ്പോൾ നീക്കിക്കളയുക മാത്രമല്ല, അവയ്ക്ക് പകരമായി അങ്ങ് എന്നിൽ വന്നു വസിച്ചു. മറ്റെല്ലാ സന്തോഷത്തേക്കാണ് ഉപരിയായിട്ടുള്ള സന്തോഷം എന്നിൽ ഉയർന്നു വന്നു. അപ്പോൾ എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇംഗിതങ്ങളും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആസക്തികളും ഞാൻ ഉന്മൂലനം ചെയ്യുമ്പോൾ അവിടെ എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിൽ വസിക്കുവാനായിട്ട് കടന്നു വരും. എൻ്റെ ദൈവത്തിന് വസിക്കേണ്ടതിന് പകരം ഞാൻ എൻ്റേതായിട്ടുള്ള താല്പര്യങ്ങൾ പ്രതിഷ്ഠിക്കുമ്പോൾ, അതിനുവേണ്ടി വാശി പിടിക്കുമ്പോൾ, അതിനുവേണ്ടി സമരകാഹളം മുഴക്കുമ്പോൾ എന്നിലുള്ള സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുകയാണ്. എന്നിലുള്ള ദൈവത്തെ ഞാൻ പുറത്താക്കുകയാണ്. ആദിമസഭയിലെ പ്രമുഖ സഭാപിതാക്കന്മാരെ ഒരാളായ വിശുദ്ധ ഇരണേവൂസ്, അദ്ദേഹം ഈ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നത്, വിലയേറിയ രത്നമെന്ന് പറയുന്നത്, വിലപിടിപ്പുള്ള നിധി എന്ന് പറയുന്നത് അത് ദൈവരാജ്യമല്ല, ക്രിസ്തു തന്നെയാണ്. ആ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനാണ് ഞാൻ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുന്നത്. 14-ാം നൂറ്റാണ്ടിൽ രചിച്ച തിയോളജിക്കോ ജർമാനിക്കോ എന്ന ഗ്രന്ഥത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു വിചിന്തനമുണ്ട്. ഒരുവന് നേടാവുന്ന ഏറ്റവും നല്ലതെന്താണോ അത് നേടുന്നതാണ് അവൻ ഏറ്റവും നല്ലത്. അത് കണ്ടെത്തണമെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള പലതും ഉപേക്ഷിക്കണം. ഒരുവന് നേടാവുന്ന ഏറ്റവും നല്ലതെന്തോ അത് നേടാനായിട്ട് പരിശ്രമിക്കണം. അത് പരിശ്രമിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള പലതും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് ഞാൻ ഉപേക്ഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും നല്ലവനായ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടും. ഞാൻ ഉപേക്ഷിക്കുമ്പോൾ എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത്, ഇവിടെ 2 തലങ്ങളുണ്ട്. ഒന്ന് ഭൗതികമായിട്ടുള്ള തലം, മറ്റൊന്ന് ആത്മീയമായിട്ടുള്ള തലം. ഭൗതികമായിട്ടുള്ള തലത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നത് ആത്മീയമായ തലത്തിൽ യഥാർത്ഥ സന്തോഷത്തിന് വിഘാതമാകും, ശാശ്വതമായിട്ടുള്ള സന്തോഷത്തിന് വിഘാതമാകും. ശാശ്വതമായ സന്തോഷം നൽകണമെന്നുണ്ടെങ്കിൽ ആത്മീയ തലത്തിൽ നാം അടിയുറച്ച് നിൽക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഭൗതികമായിട്ടുള്ള തലത്തിൽ
ഞാൻ പലതും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ ഏറ്റവും നല്ലവനായ ദൈവത്തെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ കണ്ടുമുട്ടാനായിട്ട് കഴിയുന്നു. ഈ വയൽ വാങ്ങിക്കുന്ന വയലിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ആ വയലിൽ നിധി കണ്ടെത്താനാണ്. ഞാൻ പൗരോഹിത്യം സ്വീകരിക്കുന്നത്, ഞാൻ സമർപ്പണ ജീവിതം സ്വീകരിക്കുന്നത്, ഞാൻ കുടുംബജീവിതം സ്വീകരിക്കുന്നത്, ഞാൻ ഏകസ്ഥ ജീവിതം സ്വീകരിക്കുന്നത് അതിലൂടെ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടാനാണ്, എൻ്റെ ദൈവവുമായിട്ടുള്ള അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയിട്ടാണ്. അതാണ് എൻ്റെ ജീവിതത്തെ സമ്പന്നമാക്കുന്നത്, സന്തോഷപൂർണ്ണമാക്കുന്നത്. അതാണ് ആ ധനികനായിട്ടുള്ള യുവാവിന് മനസ്സിലാക്കുവാനായിട്ട് അസാധ്യമായത്. അവനത് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ധനികനായിട്ടുള്ള യുവാവ് ദുഃഖിതനായിട്ട് തിരിച്ചുപോയി എന്ന് സുവിശേഷത്തിൽ പറയുന്നത്. നിനക്കുള്ള എല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ ദുഃഖിതനായിട്ട് പോകാൻ കാരണം അവൻ ഭൗതികമായിട്ടുള്ള തലത്തിൽ നേട്ടമാണ് ആഗ്രഹിച്ചത്, ആത്മീയതമായിട്ടുള്ള തലത്തിലുള്ള നേട്ടമല്ല. ഇങ്ങനെ എല്ലാം ഉപേക്ഷിക്കുമ്പോൾ യഥാർത്ഥത്തെ ഏറ്റവും നല്ലവനായ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടുന്നു. ഇതിൽ നിന്ന് ഉടലെടുക്കുന്ന ആനന്ദമാണ് മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ നൽകുവാനും അവരെ ആനന്ദമുള്ളവരാക്കുവാനും സാധിക്കുന്നത്. ഇങ്ങനെയുള്ള ആനന്ദം, ദ ജോയ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ദ ജോയ് ഓഫ് പ്രീസ്ലി ലൈഫ്, the joy of consecrated life, the joy of family life, the joy of single life. ഈ ആനന്ദമാണ്, എൻ്റെ ഹൃദയത്തിലുള്ള ഈ ആനന്ദമാണ് എന്നെ നല്ലൊരു പ്രേക്ഷിതനാക്കുന്നത്. ആ പ്രേക്ഷിത ദൗത്യം എല്ലാവരിലേക്കും മാമോദീസ സ്വീകരിച്ച, സ്ഥൈര്യലേപനം സ്വീകരിച്ച, വിശുദ്ധ കുർബാന സ്വീകരിച്ച എല്ലാവരിലേക്കും എത്തി നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈശോ സ്വർഗാരോപിതനാകുന്നതിന് മുമ്പ് ശിഷ്യ സമൂഹത്തോട് പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുക, ഞാൻ പഠിപ്പിച്ചവയെല്ലാം മറ്റുള്ളവരെ പഠിപ്പിക്കുക, എനിക്ക് സാക്ഷികളാകുക. ഇങ്ങനെ സാക്ഷികളാകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളണം, എൻ്റെ സന്തോഷം അത് പൂർണ്ണമാകുകയും വേണം. അങ്ങനെ കർത്താവിൻ്റെ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളണമെന്നുണ്ടെങ്കിൽ, എൻ്റെ സന്തോഷം അത് പൂർണ്ണമാകാനായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റേതായിട്ടുള്ള സ്വാർത്ഥപരമായിട്ടുള്ള പലതും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകണം. പത്രോസ്ലീഹ ഈശോയെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നിനക്കിതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന്. എപ്പോഴാണെന്നോ? സ്വർഗരാജ്യം നേടുവാനായിട്ട്, ദൈവരാജ്യം നേടുവാനായിട്ട് നീ സഹിക്കേണ്ടതായിട്ട് വരും, നീ പാടുപീഡകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും, നീ ഇടുങ്ങിയ വഴിയിലൂടെ ചരിക്കേണ്ടതായിട്ട് വരും. അതിനുള്ള ചിന്തയാണ് ഈശോ തൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് പ്രവചിച്ചത്. അങ്ങനെ പ്രവചിച്ചപ്പോഴാണ് പത്രോസ് ഈശോയെ മാറ്റി നിർത്തിയിട്ട് നിനക്കിതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന്. കാരണം എന്താ? നിനക്കിത് സംഭവിച്ചാൽ ഞങ്ങൾക്കും സംഭവിക്കും. അപ്പോൾ ഭൗതികമായ തലത്തിൽ സമാധാനമെന്ന് പറയുന്നത് സഹനങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത, അധ്വാനമില്ലാത്ത, ക്ലേശമില്ലാത്ത ഒരു ജീവിതചര്യയാണ്. അതാണ് യേശു തിരുത്തിയത്. എന്നെ പിഞ്ചെല്ലാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിചരിച്ച് തന്നെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. അങ്ങനെ പിഞ്ചെല്ലുന്നതിൻ്റെ സന്തോഷം, അതെൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടുള്ള സന്തോഷമാണ്. ആ സന്തോഷം എന്നിൽ വർദ്ധിക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാനായിട്ട്,
അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട്, പകർന്നു കൊടുക്കാനായിട്ട് എനിക്ക് ആകും. അതാണ് യഥാർത്ഥ മിഷനറിയുടെ ദൗത്യം എന്ന് പറയുന്നത്. മദർ തെരേസ പറയുന്ന വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. സ്നേഹത്തിൻ്റെ വലയായ ആനന്ദം അതുപയോഗിച്ച് ധാരാളം ആത്മാക്കളെ നമുക്ക് പിടിക്കുവാനായിട്ട് കഴിയണം. സ്നേഹത്തിൻ്റെ വലയായിട്ടുള്ള ആനന്ദം അത് ഉപയോഗിച്ച് കടലിൽ മീനെ പിടിക്കുന്നത് പോലെ, മത്സ്യത്തെ പിടിക്കുന്നത് പോലെ, അങ്ങനെ ധാരാളം ആത്മാക്കളെ നമുക്ക് പിടിക്കുവാനായിട്ട് കഴിയും. അതിന് എൻ്റെ ഉള്ളിൽ ഈ സന്തോഷമുണ്ടാകണം, ഈ ആനന്ദമുണ്ടാകണം. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ദ ജോയ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ആനന്ദം നമ്മിലേക്ക് ഓർമ്മിപ്പിക്കുന്നത്. ഈ ആനന്ദം കൊണ്ട് നിറയുമ്പോൾ ഈ ആനന്ദം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പം അങ്ങനെ ദൈവത്തെ സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കുക, തന്നിഷ്ടം ഒഴിവാക്കുക, ദൈവേഷ്ടം നിറവേറ്റുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്തിട്ട് സന്തോഷം പങ്കുവയ്ക്കുക. പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം വിവരിക്കുന്ന ഈ ഉപമ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അനന്യത പ്രകടമാക്കുന്നതാണ്. വയലിലെ നിധിയുടെയും വ്യാപാരി കണ്ടെത്തിയ രത്നത്തിൻ്റെയും ഒക്കെ ഈ ഉപമ, അത് ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ നാം ചെയ്യേണ്ട ത്യാഗത്തെ ഉദ്ബോധിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ നാം നിർവഹിക്കേണ്ട സഹനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ നാം ഉപേക്ഷിക്കേണ്ട പാതകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതുവഴി ക്രിസ്തുവിനെ സ്വന്തമാക്കി ക്രിസ്തു പ്രദാനം ചെയ്യുന്ന സന്തോഷം നമ്മുടെ ജീവിതങ്ങളിൽ പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്കേവർക്കും ഞാൻ ദൈവാനുഗ്രഹം നേരുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചെയ്യുന്നവൻ്റെ കാരുണ്യവും കൃപയും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.